അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മതപരമായ ബാധ്യതയാണ് നിസ്കാരം. ഏറ്റവും വലിയ പ്രാധാന്യമുള്ള അമലും ഏറ്റവും കൂലി ലഭിക്കുന്ന അമലും ആഖിറത്തിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ചെയ്യലിന് കാരണമാകുന്ന അമലുകളും എല്ലാം നിസ്കാരം തന്നെയാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ പവിത്രതയും പള്ളിയുടെ പ്രാധാന്യവും ഇസ്ലാമിൽ വളരെ വലുതാണ്. പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളും അവിടെ ജോലി ചെയ്യുന്ന ആളുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട്. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ നിസ്കാരത്തിൻ്റെ പല കൂലികളും പള്ളിയുടെയും പള്ളിയുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരുടെയും കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ പലപ്പോഴും നാം ഒക്കെ ശ്രദ്ധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ, ഖബറിലെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ എത്രത്തോളം ചോദ്യം ചെയ്തു എന്നതിൻ്റെ കാര്യങ്ങളും ഈ അടുത്ത നിമിഷം വരെയും എന്നെ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും എൻ്റെ ഭരണകാലത്ത് ഒരു ആട്ടിൻകുട്ടിക്ക് സംഭവിച്ച ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ച് പോലും എന്നോട് ചോദിച്ചു എന്നും ഉമർ റളിയല്ലാഹു പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാഠമാക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലെ ഇമാമുമാരും കമ്മിറ്റി ഭാരവാഹികളും നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതിൽ കൂടെ പള്ളിയുമായി ബന്ധപ്പെട്ടും അതിലെ നമ്മുടെ ഭരണകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പള്ളിയിലെ ജമാഅത്തായുള്ള നിസ്കാരം തന്നെയാണ്. ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടുന്ന, ജമാഅത്തിൻ്റെ കറാഹത്തുകളിൽപ്പെട്ട പലതും പല പള്ളികളിലും സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പള്ളി നിർമ്മിക്കുന്ന എഞ്ചിനീയർമാരാണെങ്കിലും എഞ്ചിനീയർമാർക്ക് മതപരമായ അറിവുകൾ ഇല്ല എങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉസ്താദുമാർ നമ്മുടെ നാടുകളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നിസ്കാരത്തിൽ ഇമാമും സ്വഫും തമ്മിൽ 3 മുഴത്തേക്കാൾ കൂടുതൽ അകലമുണ്ടാകാൻ പാടില്ല എന്നതാണ്. മിഹ്റാബ് വളരെ വിശാലമാക്കി ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധമാണിത്. എന്നാൽ ഇമാമുമാരാകട്ടെ സഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കാതെ അവരുടെ മുമ്പിലുള്ള 3 മുഴത്തിൻ്റെ നീളത്തെ പരിഗണിച്ചുകൊണ്ട് ചുമരിനോട് ചേർന്ന് നിൽക്കുകയും സഫും ഇമാമും തമ്മിൽ 3 മുഴത്തേക്കാൾ കൂടുതൽ അകലമുണ്ടാവുകയും ചെയ്യും. അതോടെ വളരെ പാടുപെട്ട് സുബഹിക്ക് വരെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് എണീറ്റ് പള്ളിയിലേക്ക് ജമാഅത്തിൻ്റെ കൂലിയും പ്രതീക്ഷിച്ചു വരുന്ന ധാരാളം മുഅ്മിനീങ്ങളുടെ ജമാഅത്തിൻ്റെ കൂലിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഉത്തരവാദി ഉസ്താദുമാരും കമ്മിറ്റിക്കാരും ചേർന്നാണ് എന്ന് വേണം പറയാൻ. ഇതേപോലെ കിബിലക്ക് തിരിഞ്ഞ് വുളൂ ചെയ്യാൻ സൗകര്യമില്ലാത്ത ധാരാളം പള്ളികളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഭംഗിക്ക് വേണ്ടി മിഹ്റാബ് വളരെ വിശാലമാക്കി ഉണ്ടാക്കുകയും അതിൽ വലിയൊരു മിമ്പർ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. എന്നിട്ട് സൊഫിൻ്റെ ഈ നടുവിലാണ് ഇമാമ് നിൽക്കേണ്ടത്. എന്നിരിക്കെ സൊഫിൻ്റെ നടുവിൽ ഇമാമ് നിൽക്കാതെ ഒരുപാട് ഇടതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ഇമാമ് നിൽക്കുന്നതായി കാണാൻ പറ്റും. സൊഫിൻ്റെ നടുവിൽ ഇമാമ് നിൽക്കാവുന്ന വിധത്തിൽ ഒന്നുകിൽ മിമ്പർ ചെറുതാക്കുകയോ അല്ലെങ്കിൽ മിമ്പറിൻ്റെ അത്രയും വലുപ്പത്തിൽ മിഹ്റാബിൻ്റെ ഇമാമിൻ്റെ ഇടതുവശത്ത് മറ്റെന്തെങ്കിലും സംവിധാനിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി അത് രണ്ടുമല്ലെങ്കിൽ ഒരൽപ്പം വലതുവശത്തേക്ക് മിഹ്റാബ് ചേർത്തുണ്ടാക്കി ഇമാമ് നിൽക്കുന്ന ഭാഗം സഫിൻ്റെ നടുവിലാകുന്ന വിധത്തിൽ ചെയ്യേണ്ടതാണ്. മറ്റൊരു മഹാപണ്ഡിതനോട് ഈ വിഷയവുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സഫിൻ്റെ നടുവിൽ ആകുക എന്നതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാമും മിഹ്റാബും മിമ്പറും തമ്മിൽ 1 മുഴത്തേക്കാൾ കൂടുതൽ അകലമില്ലാതിരിക്കലും ഇസ്ലാമിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ പള്ളിയുമായി ബന്ധപ്പെട്ടും നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടും ആളുകളുടെ അമലുകളും സുന്നത്തുകളും ബാത്തിലാകാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് എന്നത് ഉണർത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അറിവുകൾ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ അതിൻ്റെ കൂലിയും അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകമായി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ സമൂഹത്തെ ഇത്തരം സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ
നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതാണ് എന്ന് മാത്രം ഉണർത്തി. അസ്സലാമു അലൈക്കും.